ഹായ് ഫ്രണ്ട്സ്, ചെമ്പകപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. എന്തൊരു കാറ്റാണോ! കാറ്റടിച്ച് മരങ്ങളെല്ലാം അങ്ങനെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുക. കാറ്റേ അത് നിൽക്കാൻ പറ്റിയല്ല, കാറ്റും തണുപ്പും കൊണ്ട്. ഇതുണ്ടോ, ചെടികളൊക്കെ നാടുന്നുണ്ട്. ഭയങ്കര കാറ്റും തണുപ്പാണ്. ഇടുന്ന വേണ്ട, വാഴയ്ക്ക് ഒന്ന് ഭയങ്കര ആട്ടമാണ്. പ്ലാവ് ഭയങ്കര കാറ്റാണ് ഇവിടെ. കാറ്റടിക്കുന്നു, നല്ല കാറ്റും. ഇപ്പം തണുപ്പ് പോയിട്ടുണ്ട്, വെയിലായി. ഇപ്പോൾ വെയിൽ തെളിഞ്ഞു. ചെടികളെല്ലാം വാടാൻ തുടങ്ങി. ഇനി വെള്ളം ഒഴിക്കണം. വാടിത്തുടങ്ങി. ഇനി നല്ലൊരു പണിയാണ് വെള്ളം ഒഴിക്കൽ, ചെടിക്ക് വെള്ളം ഒഴിക്കൽ. ഇഞ്ചിയെല്ലാം താള് വീണു കിടക്കുന്നു. കണ്ടോ, ഇതെല്ലാം ഉണങ്ങിപ്പോവും. ഉണങ്ങി താള് വീണ് കിടക്കുവേ. ഇവിടെ ഇഞ്ചി ഉണ്ടായിരുന്നെന്ന് പോലും നമുക്ക് സംശയം തോന്നും. അത് കഴിഞ്ഞ് പിന്നെ മഴ പെയ്യുമ്പം ഇനി മുളച്ചു വരും. ഇത് പറിച്ച് വേണമെങ്കിൽ ചുക്കാക്കി എടുക്കാവേ. ഉണങ്ങി വെക്കണം. പറിച്ച് ഇഞ്ചി ചേരണ്ടി ഉണങ്ങി വെക്കുമ്പം ചുക്കായിട്ട് കിട്ടും. ഞാൻ എന്നും ഉമ്പടി ഇഞ്ചി നടും. ഇഞ്ചി നല്ലതല്ലേ, എന്നും കഴിക്കുന്നതല്ല എന്നാണ് പറയുന്നത് ഇഞ്ചി. ഈ ചെടിയുടെ ഒരു പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നുണ്ടേ. വെയിൽ കിട്ടത്തില്ല, അതേ അങ്ങനെ വെയിലില്ല. അതുകൊണ്ട് പൂക്കളൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ ഒരു അനുഗ്രഹമാണ്. ഈ വെയിലത്ത് ചൂട് കുറവുണ്ട്. മരങ്ങളുടെ തണലുള്ളതുകൊണ്ട് ചൂട് നല്ല കുറവാണ് കേട്ടോ. ഇതുണ്ട്, ഈ പൂവുണ്ടായപ്പോൾ നല്ല രസമായി. പൂവാണ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതുണ്ട്, ചെടിയെല്ലാം വാടി. അയ്യോ, ഇതിനെല്ലാം ഇനി വെള്ളം ഒഴിക്കണം. ആണ്ടേ, ഇതൊരു ചെത്തിയുടെ കമ്പ് വെട്ടി വെച്ച് കിളുത്ത് വന്നായിരുന്നു. അത് വാടി. നാടൻ ബോൾസം ഇവിടെ കൊണ്ടുവന്ന് വെച്ചെല്ലാം വാടി. ഇത് ബോഗൺവില്ലയുടെ ഒരു തൈ വെട്ടി കൂടിനകത്ത് വെച്ചതാണ്. കമ്പ് വെട്ടി കിളുത്ത് വന്നായിരുന്നു, പക്ഷേ വാടാൻ തുടങ്ങി. വെള്ളം ഒഴിക്കും. ഇത് വേറെ ഒരു സൈസ് ബോഗൺവില്ലയാണ്. എല്ലാം വാടാൻ തുടങ്ങി കേട്ടോ. ഈ കൂടിനകത്ത് ഇരിക്കുമായിരുന്നു. പിന്നെ മണ്ണ് ഉണങ്ങി. ഇതെല്ലാം വെള്ളം ഒഴിക്കും. ബോൾസും ചെടി എല്ലാം വെയിലായപ്പോഴത്തേനും വാടി. നാടൻ ബോൾസുമാണേ. ഈ ചെടിക്കൊന്നും പിന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി പൂവില്ല, പക്ഷേ ഇങ്ങനെ എനിക്കിങ്ങനെ ഇങ്ങനെ നിന്നോളും, കുഴപ്പമില്ല. തണ്ടേ വെള്ളം ഉണ്ടായിരിക്കും. തണ്ടിന് നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് വെള്ളം ഇപ്പോൾ ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. വാടുമൊന്നുമില്ല, നല്ലതായിട്ട് നിന്നോളൂ. അതിൻ്റെ വേറൊരു കളർ ഇത്. കണ്ടോ, നല്ല രസമായത്. ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതാണ് നല്ല ഷേലുണ്ട്. എല്ലാ ഇല വീണ് കിടക്കുക ഇതിനകത്തൂടെ. കാറ്റടിക്കുന്നതിനും എല്ലാ ഇലകളെല്ലാം കൂടി ഇങ്ങനെ പോരും. മിറ്റവടി ഒരു പണിയാണേ. വൈകിട്ടേ മിറ്റമടിക്കുന്നുള്ളൂ. കാറ്റത്ത് മിറ്റമടിക്കാൻ പറ്റും. എന്നും അടിച്ചാലും പിറ്റേ ദിവസം അതുപോലെ ഇല വീണ് കിടക്കും. ഇതിൻ്റെ പൂവുണ്ടാകുന്ന ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ഇതുണ്ടോ, നല്ല രസമാണ് എൻ്റെ പൂ കാണാനേ. പൂ വിരിഞ്ഞ് ഒരു 9 നാൾ നിൽക്കും. ഇതിൻ്റെ പൂ ഇനിയും കുറേ നാൾ കഴിഞ്ഞ പൂവുള്ളേ. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ തണ്ടിന് ഇതിൻ്റെ ഇലയ്ക്ക് നല്ല കട്ടിയാണേ. ഇതുണ്ടോ, നല്ല ഇലയ്ക്ക് നല്ല കട്ടിയുള്ള ഇലയാണ്. ഇലയിൽ വെള്ളം സംഭരിച്ച് വെക്കുമായിരിക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ പൂവായി വരുന്നുള്ളേ. ഉണ്ടോ, കൂട്ടി ഞാൻ കുറേ നട്ടു വെച്ചിട്ടുണ്ട്. ആ സൈസ് തന്നെ. ഇതെല്ലാം ആ സൈസാണ്. പൂവായി വരുന്നതേ ഉള്ളൂ. ഈ പൂവിൻ്റെ ഇതെല്ലാം ഇരിഞ്ഞു വരും, ചുമലയായി വരും. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉണ്ടോ, ഇവിടെയുണ്ട് ഒരു മൂട്.
നല്ല ഭംഗി. ഈ ചെടി ഇത് നല്ല രസമാണ് എൻ്റെ പൂവാണ്. വേണ്ട ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് ഇലയുടെ താഴോട്ട് ഇങ്ങനെ കിടക്കും, ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നല്ല ഭംഗിയുണ്ട് ഞാൻ. എനിക്ക് വലിയ ഇഷ്ടമുള്ള പൂവായത്. ഇതിൻ്റെ എല്ലാ കമ്പയിലും പൂവുണ്ടായിട്ടുണ്ടേ. ഇവിടെയും പൂവുണ്ടായിട്ടുണ്ട്. വേണ്ട വെള്ളപ്പൂ ഉണ്ടാകുന്ന ചെടി. ഇതിന് ഞാൻ ഇന്നലെ വെള്ളം ഒഴിച്ചായിരുന്നു, വാടി നിൽക്കുമായിരുന്നേ. ഞാൻ ഇന്നലെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ വാട്ടിൽ പോയി. ചീര ഇതിനെല്ലാം വെള്ളം ഒഴിച്ചു, അതുകൊണ്ട് വാട്ടിൽ പോയി. ഇതിനും വെള്ളം ഒഴിച്ചു. ഇതിനും കൂടി മുളയുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇലയിനെ ഇടയ്ക്ക് കയറി ഇതുണ്ടോ. ഈ മുളയെല്ലാം അടുത്തി വെക്കുവാണെങ്കിൽ ഇതാ മുമ്പടി ഉണ്ടാകും. ഇതിനൊക്കെ വെള്ളം ഒഴിച്ചാ. മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ചെടി. ഇത് വള്ളി പോലെ ഉണ്ടാകുന്ന കേട്ടോ. ഇവരെ മാത്രമേ പ്രത്യേകമായിട്ട് നോക്കുള്ളൂ. ഇത് ചൈനീസ് ബോൾസും ആണേ, അതുകൊണ്ട് ഇവരും ചിലപ്പം വാടിപ്പോവും. ഇതിന് വാടിപ്പോയാലും കുഴപ്പമില്ല, വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേ അതുപോലെ എഴുന്നേറ്റ് വരും. ഇന്നലെ ഈ ചെടി വാടി വീണ് കിടക്കുമായിരുന്നേ. അന്നേരം ഈ ബോൾസും ചെടി ഇന്നലെ വാടി വീണ് കിടക്കുമായിരുന്നേ. വെള്ളം ഒഴിച്ചപ്പോഴത്തേനും അത് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു. അങ്ങനെ ഈ ബോൾസത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. വാടി വീണ് കിടന്നാലും പെട്ടെന്ന് എഴുന്നേറ്റ് വന്നോളൂ. വയലറ്റ് ബോൾസ്. ഇതിനെ ഇപ്പോൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്. വേനലാകുമ്പോഴാണ് വെള്ളം കിട്ടാതെ വരുന്നത്. വെള്ളം കുറവാണ്. അപ്പോൾ ഞാൻ ഈ വേസ്റ്റ് വെള്ളമൊക്കെ കൊണ്ട് ഒഴിക്കും, ചെടികൾക്കെല്ലാം ഒഴിക്കും. ഈ ചെടിക്കൊന്നും പിന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലേ, നല്ലപോലെ നിന്നോളും. എന്താ ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം ഒഴിക്കും, കുറേ നാൾ കൂടും വെള്ളം ഒഴിച്ചാൽ മതി. ഇത് വെള്ള ബോൾസം. പൂവുണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ പൂന്തോട്ടങ്ങൾ. കണ്ടോ, ഓ ചെടികളൊക്കെ കണ്ടോ. ഇത് ഈ ചെടിയിലൊരു പൂവുണ്ടായി കേട്ടോ. വളരെ കാലം കൂടി ഉണ്ടായ ഒരു പൂവാണ്. ഇതിൻ്റെ വെള്ളയുണ്ട്, ഇതേലും ഉണ്ടായിട്ടുണ്ടൊരു പൂ. ഇതൊക്കെ വെയിലുള്ളിടത്ത് നിൽക്കുവാണെങ്കിൽ ധാരാളം പൂവുണ്ടാവും. ഇവിടെ വെയിലില്ല, അതാണ് കുഴപ്പം. ഇതൊരു കാറ്റാണോ, ഭയങ്കര കാറ്റാണ്. രാവിലത്തെ മഞ്ഞൊക്കെ പോയി നല്ല വെയിലായി കേട്ടോ. വെയിൽ തട്ടുമ്പോൾ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന ഇലയിലോട്ടൊക്കെ വെയിൽ തട്ടുമ്പോൾ നല്ല ഭംഗിയാണ്. കാരണം മലനിരകളൊക്കെ കണ്ടോ കിടക്കുന്നത് എങ്ങനെയാണ്. നല്ല രസമില്ലേ, കാറ്റടിച്ചിട്ട് മരങ്ങൾ എല്ലാം ആടുന്നു. മലനിരകൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നീല കളറിലാണേ, നല്ല ഭംഗിയുണ്ട്. ഉണ്ടോ ഉണ്ട് കനകാമ്പരം. ഇതിന് കനകാമ്പരം എന്നാണ് പറയുന്നത് ഈ പൂവിന്. ഉണ്ടോ കാറ്റത്ത് ആടി നിൽക്കുക. അപ്പം നമ്മുടെ പൂക്കളെല്ലാം നമ്മളൊന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞു കേട്ടോ. എങ്ങനെ ഇരിക്കുന്നതെന്നെല്ലാം നോക്കി. എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല.
എല്ലാവർക്കും ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ എന്നാ എടുക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും ഇതിനകത്തുണ്ട്. ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴേക്കും തീറ്റ കൊടുക്കാനാന്ന് ഓർത്ത് എല്ലാവരും ഓടി വരും. ഭയങ്കര തിക്കലാണ്. വലയ്ക്കകത്തിട്ടിരിക്കുകയാണേ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തീർന്നെന്ന് തോന്നുന്നു. വെള്ളം കുടിച്ചോ. മഞ്ഞൾ പൊടി ഇട്ട വെള്ളം കൊടുക്കുന്നേ. അത് ഉദാഹിച്ചിരിക്കുമായിരുന്നു ചോടാ. വെള്ളം കുടിച്ചോട്ടോ. ഉച്ചവരെയുള്ള അടുക്കളയിലെ പണിയൊക്കെ തീർത്തിട്ടാണ് പുറത്തോട്ട് പോയത് കേട്ടോ. ചോറ് വെച്ചു. ചോറിന് കറി ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചു, ചീരക്കറി വെച്ചു. ഇനിയും കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട്, അതും കൂടെ ചൂടാക്കിയാൽ മതി. അപ്പോൾ ഉച്ചക്കത്തേനുള്ളത് റെഡിയായി. നേരം ഉച്ചയായി, ചോറും കറിയൊക്കെ റെഡിയായി. അപ്പോൾ എന്നാൽ ചോറും കൂടെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാറായോ? എല്ലാവർക്കും ചോറും കറികളൊക്കെ റെഡിയായോ? അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം, നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.